ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ തന്ത്രിയെ പറ്റി ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതേ ഉള്ളൂ. തന്ത്രിക്കെതിരെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്തെത്തുകയാണ്. സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കിയ രേഖയിൽ ഒന്നാമനായി ഒപ്പുവച്ചിരിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രിയെ ന്യായീകരിക്കുന്ന നിലപാട് ബി.ജെ.പി. നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. കേസിൽ മന്ത്രിയും തന്ത്രിയും ഉള്ളപ്പോൾ എന്തിനാണ് തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തത് എന്നതാണ് നേതൃത്വത്തിന്റെ ചോദ്യമെന്നും കെ.എസ്. രാധാകൃഷ്ണൻ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകേണ്ടിയിരുന്ന പ്രതി എന്ന് പറയുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രതികരണം? എന്താ കാര്യം എന്ന് വെച്ചാൽ ക്രൈം തുടങ്ങുന്നത് ഒരു മഹസറിൽ നിന്നാണ്. ശ്രീകോവിലിനകത്തോ അതിനുമായി ബന്ധപ്പെട്ടോ ഏത് തരത്തിലുള്ള 18-ാം പടി കയറി നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മാറ്റവും വേണം എന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാനുള്ള ചുമതല തന്ത്രിക്കുള്ളതാണ്. തന്ത്രി അത് നിർദ്ദേശിക്കണം. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ. മഹസർ കേൾക്കുമ്പോൾ തന്ത്രി ഉണ്ടാകും, മേൽശാന്തി ഉണ്ടാകും, കമ്മീഷണർ ഉണ്ടാകും, എൻജിനീയർ ഉണ്ടാകും, പിന്നെ അവിടുത്തെ ഓഫീസറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം സ്മിത്ത് അടക്കം 10 പേരാണ് ചേരുന്നത്. ആ 10 പേര് ചേർന്ന് ഉണ്ടാക്കിയ മഹസറിലാണ് ആദ്യമായി സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് മാറിയിട്ട് വെറും ചെമ്പാക്കി തീർക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്രൈം. ആ വ്യാജരേഖ ചമച്ച മഹസറിൽ 1-ാം പേരുകാരനായി ഒപ്പുവെച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇക്കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഒക്ടോബർ 10-ാം തീയതി കോടതിയുടെ ഉത്തരവിൽ 4-ാമത്തെ പാരഗ്രാഫിൽ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചു എന്നുള്ളതാണ് സത്യം. അല്ല, ഒരു കാരണവശാലും ബി.ജെ.പി. നേതാക്കൾ തന്ത്രിയെ അനുകൂലിച്ചിട്ടില്ല. ബി.ജെ.പി. നേതൃത്വം ഇത് സംബന്ധിച്ച് പത്രപ്രസ്താവന നടത്തിയത് തന്ത്രിയെക്കെതിരെ കേസ് എടുക്കരുതെന്നല്ല പറഞ്ഞത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മന്ത്രിയെ എന്തിനു ഒഴിവാക്കുന്നു എന്നാണ് ചോദിച്ചത്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെയായിരുന്നു ബി.ജെ.പി. നേതാക്കൾ നേരത്തെയൊക്കെ സംസാരിച്ചത്. RSS ആണ് അതിൽ അറസ്റ്റിനോട് യോജിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. ഇപ്പോൾ എന്തായാലും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് തന്ത്രിയെ തന്നെയാണെന്നുള്ള പ്രതികരണം നടത്തുകയാണ്.